റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, ഒന്നാമത്തെ സ്ഥലമേതാ? അത് വിചാരണ നടക്കുന്ന വേള. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു തആല അൻഹ സ്വഹാബത്തിനോട് പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആരെയെങ്കിലും മൻ ഹൂസിബ യൗമൽ ഖിയാമ, ആരെയെങ്കിലും പടച്ചവൻ നാളെ വിചാരണ ചെയ്യാൻ വേണ്ടി പിടിച്ചു കഴിഞ്ഞാൽ അവൻ നശിച്ചത് തന്നെ, അവന് നരകം നിർബന്ധമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ പടച്ചവൻ ആരെയെങ്കിലും വിചാരണ ചെയ്യാൻ വേണ്ടി പിടിച്ച, എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെ ആരെങ്കിലും നാളെ അള്ളാഹു ഹിസാബ് ചെയ്യാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി. പിന്നെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, രക്ഷപ്പെടാൻ വല്ല വഴിയുമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അന്നത്തെ ദിവസം ജനങ്ങൾക്ക് വല്ല പരിഗണനയുമുണ്ടോ? ആ ദിവസത്തിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അതാ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വഅദനാ റബ്ബി അയ്യദ്ഖുലൽ ജന്നത മിൻ ഉമ്മതി 70,000 ലാ ഹിസാബ അലൈഹിം വലാ അദാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സഹാബത്തേ, പടച്ചവൻ എന്നോട് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്, പടച്ചവൻ എന്നോട് പറഞ്ഞിരിക്കുകയാ, എന്റെ സമുദായത്തിൽ നിന്ന് 70,000 പേരുണ്ടല്ലോ, അവര് നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് പടച്ചവൻ എന്നോട് പറഞ്ഞെന്ന് പ്രവാചകൻ പറയുമ്പോൾ സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ സമുദായത്തിൽ നിന്ന് 70,000 പേരെ സ്വർഗത്തിൽ കടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, മഅ കുല്ലി അൽഫിൻ 70. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ആ 70,000 പേരുണ്ടല്ലോ, പടച്ചവൻ 70,000 പേരെ തെരഞ്ഞെടുക്കുകയാണ്. ആ 70,000-ൽ ഓരോ വ്യക്തികളുണ്ടല്ലോ, ആ ഓരോ വ്യക്തികളുടെ കൂടെയും 70,000 പേരാണ്. നാളെ എന്റെ സമുദായത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടല്ലോ, ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്റെ സമുദായത്തിൽ നിന്ന് 70,000 പേര്. ആ ആദ്യം തെരഞ്ഞെടുക്കുന്ന 70,000 പേരിൽ ഓരോ ആളുടെ കൂടെയും 70,000 പേര്. അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗത്തിൽ ഈ മജ്ലിസിൽ വന്നിരുന്ന നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബിയെ, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവരാരെല്ലാമാണ്? നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഭാഗ്യവാന്മാർ ആരെല്ലാമാണ്? അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എണ്ണിക്കൊണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്നവരെ കുറിച്ച് മഹാനായ പ്രവാചകനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നാളെ പടച്ചവന്റെ കോടതിയിൽ നമ്മൾ മുഴുവനും ഒരുമിച്ച് കൂട്ടുമ്പോൾ അല്ലാഹു ചില വ്യക്തികളെ അടുത്തേക്ക് വിളിക്കുകയാണ്. പടച്ചവൻ തന്റെ അർശിന്റെ ഭാഗത്തിരുന്ന് കൊണ്ട് ചില വ്യക്തികളെ അടുത്തേക്ക് വിളിക്കുകയാണ്. ഒന്നാമതായി വിളിക്കുന്ന വിഭാഗം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ അതാ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്തോതി കൊടുക്കുകയാണ്. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റുഹും ബിഗൈരി ഹിസാബ്. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ?
ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തെടുത്തുകൊണ്ട് പ്രവാചകൻ പറയുകയാ, അവരൊരു പരീക്ഷണം എത്തിക്കഴിഞ്ഞാൽ, അവനെന്തെങ്കിലും മാരകമായ രോഗങ്ങൾ പിടിപെട്ടാൽ, അവനതാ ലക്ഷങ്ങളുടെ കടമെത്തിക്കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ ഒരു പരീക്ഷണം എത്തുമ്പോ അതിന് ക്ഷമിക്കുന്നവൻ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം, അവനൊരു പരീക്ഷണം എത്തുമ്പോൾ അവന് പടച്ചവനെ കുറ്റപ്പെടുത്താത്തവനാണ്. അവന് ലക്ഷങ്ങളുടെ കടമുള്ളപ്പോൾ പടച്ചവനെ കുറ്റപ്പെടുത്താത്തവനാണ്. ക്യാൻസർ രോഗമാണെന്നറിയുമ്പോൾ പടച്ചവനോട് പരാതി പറയാത്തവനാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അതാ ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. മഹാനായ ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹുവും സഹാബത്തും കടന്നു വരികയാണ്. അവിടെ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അലാ തസ്തൻസിറു ലനാ അലാ തദ്ഉ ലനാ യാ റസൂലല്ലാഹ്. കണ്ടോ നബിയേ, കണ്ടോ നബിയേ, ശരീരത്തിലൂടെ രക്തങ്ങൾ ഒഴുകുകയാണ്. തന്റെ ശരീരത്തിലെ പച്ചമാംസങ്ങൾ കുത്തിക്കീറിയിരിക്കുകയാണ്. നബിയേ, എന്റെ ശരീരത്തിന്റെ നട്ടെല്ല് നോക്ക് നബിയേ, എന്റെ ശരീരത്തിലേക്ക് നോക്ക് നബിയേ, എന്റെ ശരീരത്തിന്റെ എല്ലുകൾ വെളിയിൽ കാണുകയാണ് നബിയേ. എനിക്ക് പീഡനം സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണമെന്ന പ്രവാചകന്റെ മുന്നിലേക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് പ്രവാചകരോട് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഹബ്ബാബേ, നിന്റെ മുൻഗാമികളുണ്ടല്ലോ, നിന്റെ മുൻഗാമികൾ എങ്ങനെയാ ശമിച്ചതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അയ്യൂബ് നബിയുടെ ചരിത്രം പറയുകയാ. ആരാണ് അയ്യൂബ് നബി എന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനാണ്. 81 വർഷക്കാലം പ്രഭുവിനെ പോലെ, രാജാവിനെ പോലെ, കോടീശ്വരനെ പോലെ സർവസമ്പത്തിന്റെ നടുവിൽ കൊട്ടാരത്തിൽ കിടന്നുറങ്ങിയ പ്രവാചകനാണ്. ആ പ്രവാചകന്റെ ജീവിതം കണ്ടിട്ട് ശൈത്താൻ അല്ലാഹുവിന്റെ മുന്നിൽ പോയി പറയുന്നു, റബ്ബേ, ഈ അയ്യൂബിന് അനുഗ്രഹം കൊടുത്തത് കൊണ്ടാണ്, ഈ അയ്യൂബിന് അനുഗ്രഹങ്ങൾ കൊടുത്തത് കൊണ്ടാണ്, നബിയെ പടച്ചവരെ അങ്ങേ ആരാധിക്കുന്നത് അനുഗ്രഹം കൊടുത്തത് കൊണ്ടാണ്. എന്തെങ്കിലും പരീക്ഷണം കൊടുത്താൽ അയ്യൂബ് നിങ്ങളെ മറന്നു കഴിയുമല്ലോ, നിനക്ക് നന്ദി രേഖപ്പെടുത്തില്ല റബ്ബേ. ശൈത്താൻ പോയി പടച്ചവരോട് പരാതി പറയുമ്പോൾ 81 വർഷക്കാലം കോടീശ്വരനെ പോലെ സമ്പത്തിന്റെ നടുവിൽ കിടന്ന് വളർന്ന അയ്യൂബ് നബി അലൈഹിസ്സലാം പടച്ചവനെ പരീക്ഷിക്കുകയാണ്. ലോകത്തൊരു മനുഷ്യനും കൊടുക്കാത്ത പരീക്ഷണമാണ്. അതാ ഒരു സുപ്രഭാതം അങ്ങോട്ട് പൊട്ടിവിടരുമ്പോൾ തന്റെ സമ്പത്ത് മുഴുവനും നശിക്കുകയാണ്. തന്റെ കൊട്ടാരങ്ങൾ തകർന്നു വീഴുകയാണ്. തന്റെ കൃഷിയിടങ്ങൾ മുഴുവനും തകർന്നു പോവുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളും മരണപ്പെടുകയാണ്. ഇന്നലത്തെ കോടീശ്വരനൊന്നുമില്ലാത്ത പാവപ്പെട്ടവനാണ്. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും വകയില്ലാതെ അയ്യൂബ് നബി അലൈഹിസ്സലാം പാവപ്പെട്ട ദരിദ്രനായി മാറിയിരിക്കുകയാണ്. അവസരത്തിലും അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. പടച്ചവൻ രണ്ടാമത്തെ പരീക്ഷണം കൊടുക്കുകയാ. ലോകത്തൊരു മനുഷ്യനും കൊടുക്കാത്ത മാരകമായ രോഗം കൊടുക്കുകയാണ്. തന്റെ ശരീരങ്ങൾ മുഴുവനും പുഴുത്തെളിയുകയാണ്. തന്റെ ശരീരത്ത് പഴുത്തുകൊണ്ട് വ്രണങ്ങൾ പിടിച്ച് പുഴുക്കൾ നടക്കുകയാണ്. തന്റെ ശരീരത്ത് നിന്ന് ദുർഗന്ധമടിച്ച് വീശുകയാണ്. ആ അവസരത്തിൽ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ നാട്ടുകാരുണ്ടല്ലോ, ഇന്നലെ വരെ കൂടെ
അയ്യൂബ് നബിയെ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കുകയാ. അയ്യൂബേ, നിന്റെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധമടിക്കുന്നത് ശ്വസിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് നാട്ടിൽ നിന്ന് പോകണമെന്ന് ആട്ടിയോടിക്കുകയാണ്. ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നതാ അയ്യൂബ് നബി അലൈഹിസ്സലാം അതാ ആട്ടിയിറക്കുകയാണ്. മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഒരേ ഒരു ഭാര്യ മാത്രം അയ്യൂബ് നബിയുടെ കൂടെ പോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുക, മാരകമായ രോഗം പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഒരു മരത്തിന്റെ ചുവട്ടിൽ പോയിരിക്കുമ്പോൾ അതാ യാചിച്ച് ജീവിക്കുന്ന മനുഷ്യര് പറഞ്ഞുവത്രേ, അയ്യൂബ് നബിയേ, അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധമടിക്കുന്നത് കാരണം ഞങ്ങൾക്ക് ഇവിടെ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല, അതുകൊണ്ട് മാറി പോകണേ എന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ, മരുഭൂമിയിലൂടെ നടന്നു പോവുകയാണ്. ഒരു ദിവസം രാവിലെ നോക്കുമ്പോ തന്റെ ശരീരത്തിലൂടെ പുഴുക്കൾ നടക്കുകയാണ്, എല്ലുകൾ വെളിയിൽ കാണുകയാണ്, ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ തറയിലേക്ക് വീഴുകയാണ്. ഇത് കണ്ടിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് വന്നിട്ട് പറയുന്നു, നബിയേ, എന്തിനാണിതൊക്കെ സഹിക്കുന്നത്? എന്തിനാണിതൊക്കെ സഹിക്കുന്നത്? അങ്ങൊരു പ്രവാചകനല്ലേ, അങ്ങ് ദുആ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കില്ലേ നബിയേ? ഒന്ന് കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്യാൻ പറയുമ്പോൾ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയ ഭക്തിയോട് ചോദിക്കുകയാണ്, പെണ്ണേ, 81 വർഷക്കാലം ഒരു കോടീശ്വരനെ പോലെ, രാജാവിനെ പോലെ കൊട്ടാരത്തിന്റെ മടിത്തട്ടില് ഞാൻ കടന്ന് ജീവിച്ചവനല്ലേ മോളെ. ഒരിക്കലെങ്കിലും പടച്ചവരോടല്ലാ ഈ അനുഗ്രഹങ്ങൾ എനിക്ക് എന്തിനാ തന്നതെന്ന് ചോദിക്കാൻ നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ പടച്ചവൻ എനിക്കൊരു പരീക്ഷണം തന്നപ്പോൾ അല്ലാഹുവോട് പരാതി പറയാൻ എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞിട്ട് നിനക്ക് വേണമെങ്കിൽ നിന്റെ വഴി നോക്കാമെന്ന് തന്റെ പ്രിയപ്പെട്ടവളോട് പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അയ്യൂബ് നബിയെ പടച്ചവനെ പരീക്ഷിച്ചത് എത്ര മാസമെന്നറിയുമോ, എത്ര ദിവസമെന്നറിയുമോ, എത്ര വർഷമാണ് പടച്ചവനെ പരീക്ഷിച്ചതെന്നറിയുമോ? 18 വർഷക്കാലമാണ് അയ്യൂബ് നബിയെ പടച്ചവനെ പരീക്ഷിച്ചത്. മാരക രോഗം പിടിച്ചുകൊണ്ട് ദുർഗന്ധമടിക്കുന്ന രീതിയിൽ തന്റെ ശരീരത്തിലൂടെ പുഴുക്കൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അതെല്ലാം ശമിച്ചുകൊണ്ട് നടക്കുകയാണ്. അവസാനം ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ ശൈത്താൻ എന്നും വന്ന് നോക്കുകയാണ്. എന്നും രാവിലെ വന്ന് നോക്കും, അതാ അയ്യൂബ് നബി പടച്ചവനോട് ദുആ ചെയ്യുന്നു. ഒരു ദിവസം നോക്കുമ്പോൾ അയ്യൂബ് നബി 2 കൈയും ഉയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ്. ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ മഹാനായ അയ്യൂബ് നബി ആകാശത്തിന്റെ വിരിമാറിലേക്ക് 2 കൈയും ഉയർത്തിയിട്ട് ദുആ ചെയ്യാൻ പോകുകയാണ്. ശൈത്താന് വല്ലാത്ത സന്തോഷമായി. അയ്യൂബ് പരാജയപ്പെട്ടിരിക്കുകയാണ്. അടുത്തു നിന്ന് നോക്കുമ്പോ അയ്യൂബ് നബി അല്ലാഹുവോട് പറയുന്നു, റബ്ബേ, 81 വർഷക്കാലം എനിക്കു നീ അനുഗ്രഹം തന്നവനാണല്ലാ. പടച്ചവരെ, 18 വർഷമായി എന്റെ ശരീരത്തിൽ രോഗം പിടിച്ചിട്ട് പുഴുക്കൾ നടക്കുകയാണ്, പഴുത്തെളിയുകയാണ്, എന്റെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധമടിക്കുകയാണ്, എനിക്കൊന്നും നടക്കാൻ കഴിയുന്നില്ല, എന്റെ ശരീരമൊന്നു ചലിപ്പിക്കാൻ കഴിയുന്നില്ല. പടച്ചവരെ, എത്ര വലിയ രോഗം എനിക്ക് തന്നപ്പോഴും അല്ലാഹുവേ, എന്റെ നാവില് മാത്രം നീ രോഗം തന്നില്ല അല്ലാ. ഇന്നലെ വരെ നിന്നെ സ്തുതിക്കാൻ, നിനക്കൊരു അൽഹംദുലില്ലാഹ് പറയാൻ എന്റെ നാവ് കൊണ്ട് എനിക്ക് കഴിഞ്ഞു റബ്ബേ. അല്ലാഹുവേ, ഇന്നതിന് എനിക്ക് കഴിയുന്നില്ല റബ്ബേ. എന്റെ നാക്കിലും നീ രോഗം തന്നത് കാരണം ഒരു അൽഹംദുലില്ലാഹ് പറയാൻ എനിക്ക് കഴിയുന്നില്ലല്ലാ. അതുകൊണ്ട് പടച്ച റബ്ബേ, എന്റെ നാവിലെ രോഗമൊന്ന് മാറ്റി തരണേ അല്ലാ. പടച്ചവരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. മഹാനായ പ്രവാചകരദാ ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഹബ്ബാബേ,
ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കണമെന്ന് ആഗ്രഹമുണ്ടോ? പടച്ചവന്റെ കോടതിയിലെ ജനങ്ങൾ മുഴുവനും തലതാഴ്ത്തിയിട്ട് കരഞ്ഞുകൊണ്ട് എല്ലാവരും കൈയടിയുന്ന ദിവസം പടച്ചവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ വിശിഷ്ട വ്യക്തികളെ പോലെ പടച്ചവൻ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നു, മോരേ, ഇന്നത്തെ ദിവസം നിന്നോട് എനിക്കൊന്നും ചോദിക്കാറില്ല. ഇവിടെ നിന്ന് വെയിൽ കൊള്ളേണ്ടവനല്ല, ഇവിടെ നിന്ന് പീഡനങ്ങൾ അനുഭവിക്കേണ്ടവനല്ല. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ പടച്ചവൻ പറയുന്ന വിഭാഗത്തിൽ പെടണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു. അബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് സ്വർഗം മതി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകരോട് പറയുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് എനിക്ക് പറയാറുള്ളത്, ഒരു തലവേദന വന്നാൽ, നിനക്കൊരു രോഗം പിടിപെട്ടാൽ, ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ, ലക്ഷങ്ങളുടെ കടം വന്നു കഴിഞ്ഞാൽ, കച്ചവടം നഷ്ടത്തിലായി കഴിഞ്ഞാൽ, മക്കളുടെ വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ, ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ, പടച്ചവനെ കുറ്റപ്പെടുത്തുന്നവരെ, എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്ത് എട്ടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ മാസം വഅദ് പറയാൻ പോവുകയാണ്. ഈ പാവപ്പെട്ട ഞാൻ ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിലതാ അബ്ദുള്ള എന്ന് പറയുന്ന 18 വയസ്സുള്ള ഒരു പൊന്നുമകൻ, അബ്ദുള്ള എന്ന് പറയുന്ന 18 വയസ്സുള്ള ഒരു പൊന്നുമകൻ കട്ടിലിൽ കിടക്കുകയാണ്. ആ പൊന്നുമകന്റെ അവസ്ഥ എന്തെന്നറിയുമോ? മെത്തയിൽ വെള്ളമൊഴിച്ചിട്ട് അതിന്റെ മുകളിലാണ് കിടക്കുന്നത്. ആ സഹോദരന്റെ വാപ്പയോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ സഹോദരൻ പറയുന്നു, ഉസ്താദ്, 4 വയസ്സ് വരെ വീടിന്റെ മുന്നിലൂടെ കളിച്ച് നടന്നവരാണ്. എന്റെ കൈ പിടിച്ചുകൊണ്ട് നടന്ന പൊന്നുമോരാ, ഈ അബ്ദുള്ള എന്ന് പറയുന്ന 18 വയസ്സുള്ള പൊന്നുമകനെ കാണിച്ചിട്ട് പറയുകയാ, ഒരു പനി വന്നു ഉസ്താദ്. എന്നിട്ട് ശരീരങ്ങൾ മുഴുവനും നീരുപിടിക്കുകയാണ്. ശരീരങ്ങൾ മുഴുവനും നീരുപിടിച്ചിട്ട് തന്റെ എല്ലുകൾ ഒടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 18 വർഷക്കാലമായി മുസ്ലിമേ തന്റെ 4ാമത്തെ വയസ്സിൽ കിടക്കാൻ തുടങ്ങിയതാണ്. ആ 18 വയസ്സുള്ള ചെറുപ്പക്കാരനുണ്ടല്ലോ, എന്നോട് നിന്ന് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, തലയല്ലാതെ മറ്റൊരവയവം അനക്കാൻ കഴിയുന്നില്ല. ശരീരങ്ങൾ മുഴുവനും നീര് പിടിച്ചിട്ട് എല്ലുകൾ മുഴുവനും ഒടിയുകയാണ്. അതാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താദ് ദുആ ചെയ്യണേ, വേദന സഹിക്കാൻ കഴിയുന്നില്ല. അവസാനമാ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ആ പ്രിയപ്പെട്ട മകനോട് പോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ, ആ അബ്ദുള്ളയോട് വിശേഷണത്തെ അന്വേഷിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താദ് അൽഹംദുലില്ലാഹ്, പടച്ചവൻ എന്റെ കൈകാലുകൾക്ക് രോഗം തന്നു, എന്റെ ശരീരം മുഴുവനും പടച്ചവൻ എനിക്ക് തളർത്തിയിട്ടിരിക്കുകയാ. എങ്കിലും ഉസ്താദേ പറയാറ്, എനിക്ക് പടച്ചവന് ദിക്ർ പറയാൻ എന്റെ നാവിനൊരു കുഴപ്പമില്ലല്ലോ. എല്ലാവരും പറയുന്നത് എന്റെ ചെവി കൊണ്ട് കേൾക്കാൻ കഴിയുന്നല്ലോ. എന്റെ മാതാപിതാക്കളെ കാണാറ് പടച്ചവൻ എനിക്ക് കാഴ്ച തന്നല്ലോ. ഉസ്താദേ എനിക്ക് സ്വർഗം കിട്ടും, ഉസ്താദേ എനിക്ക് സ്വർഗം കിട്ടും. ആ പ്രിയപ്പെട്ട 18 വയസ്സുള്ള അബ്ദുള്ള പറയുകയാ, ഇന്ന് വരെ ഒരു ഹറാമും എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ഇന്ന് വരെ ഒരു പാപവും ഞാൻ ചെയ്തിട്ടില്ല, ഒരു പാപം ചെയ്യുന്ന സ്ഥലത്തിലേക്ക് ഇന്ന് വരെ ഞാൻ പോയിട്ടില്ലല്ലോ. പടച്ചവൻ ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ അല്ല എന്നെ പരീക്ഷിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പുഞ്ചിരിക്കുന്ന മുഖത്തോട് എന്നോട് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ കണ്ണു നിറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെ ആരെങ്കിലും പടച്ചവനെ പരീക്ഷിക്കുമ്പോൾ അത് അള്ളാന്റെ തീരുമാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമിക്കാനുള്ള മനസ്സ് കാണിച്ച അള്ളാന്റെ ഖുർആൻ പറയുകയാ, നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന 1ാമത്തെ വിഭാഗം, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റുഹും ബിഗൈരി ഹിസാബ്.
അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം അള്ളാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോൾ ക്ഷമിക്കുന്നവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞു തന്റെ സഹാബത്തിന്റെ എതിരെ തിരിഞ്ഞിരുന്നു. എന്നിട്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹൗലുൽ കൗസറിലെ വെള്ളം ഞാൻ എല്ലാവർക്കും കോരിയാ കൊടുക്കണം. ഹൗലുൽ കൗസറിലെ വെള്ളം എല്ലാവർക്കും പ്രവാചകൻ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കോരിയാ കൊടുക്കണം, എല്ലാവരുടെ കയ്യിലാ കൊടുക്കണം. ഒരേ ഒരാളുടെ വായിൽ മാത്രം ഒഴിച്ചു കൊടുത്തു. ഒരേ ഒരു സഹാബിയുടെ വായിൽ മാത്രം അള്ളാന്റെ പ്രവാചകൻ ഹൗലുൽ കൗസറിലെ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഏത് സഹാബിയുടെ വായിലാ ഒഴിച്ചു കൊടുക്കും? ആർക്കെങ്കിലും അറിയും? ആർക്കെങ്കിലും അറിയും? ഒറ്റ സഹാബിയുടെ, അറിയണവരെന്ന് കൈവക്കി. ഒറ്റ സഹാബിയുടെ വായിൽ മാത്രം. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് പറഞ്ഞപ്പോൾ സഹാബാക്കളൊക്കെ വളരെ, എല്ലാവരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കി. ഏത് കാര്യം പറഞ്ഞാലും അബൂബക്കറാണല്ലോ മുമ്പിൽ. ചിലരൊക്കെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഓരോ സഹാബത്തിന്റെ മുഖത്തും എല്ലാവരും വളരെ അത്ഭുതത്തോടെ ആരുടെ വായിലായിരിക്കും പ്രവാചകൻ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്റെ പ്രിയമുള്ളവരെ, ആ അവസരത്തിൽ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഞാൻ ആരുടെ വായിലാണ് ഹൗലുൽ കൗസറിലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്നറിയുമോ? മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ വായിൽ മാത്രമേ പ്രവാചകൻ വെള്ളം ഒഴിച്ചു കൊടുക്കൂ ഹൗലുൽ കൗസറിൽ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസറിൽ വെള്ളം വാങ്ങിച്ചു കൊടുക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മജ്ലിസിനെ സ്നേഹിച്ചതിന്റെ പേരിൽ, ഈ മജ്ലിസിനെ ബഹുമാനിച്ചതിന്റെ പേരിൽ, ഈ മജ്ലിസിൽ കയറി ഇരിക്കാനുള്ള മനസ്സ് കാണിച്ചതിന്റെ പേരിൽ അള്ളാഹു നമ്മളെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസറിൽ വെള്ളം കുടിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അകത്തിരിക്കാൻ സൗകര്യമുണ്ടായിട്ടും വെറുതെ മതിലിന്റെ വെളിയിൽ നിൽക്കാം, വെളിയിൽ നിൽക്കുക. എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിൽക്കുന്നതിനേക്കാളും നല്ലത് ഈ മജ്ലിസിൽ കയറിയിരിക്കുക. ഇത് സ്വർഗമാണ്. ഈ സ്വർഗത്തിൽ ഇരിക്കാൻ അവസരം കിട്ടിയിട്ട് ഞാൻ വെളിയിലെ നിൽക്കത്തുള്ളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാളെയും അവിടെ വെളിയിൽ നിൽക്കേണ്ടി വരും. ഇഷ്ടമുള്ളപ്പോൾ ഇറങ്ങിപ്പോകാലോ. ഞാൻ ആരെ ഒന്നും പറയാറില്ല. എന്റെ പ്രസംഗം 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ നിർത്തേണ്ടതുണ്ട്. എപ്പോ വേണമെങ്കിലും ഇറങ്ങിപ്പോകാം. ഒന്നീ നിങ്ങൾ ഇൽമിന്റെ മജ്ലിസിൽ കയറിയിരിക്കുക. ഇതിനെ ബഹുമാനിക്കുക. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ വായിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള കാരണമെന്താ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ മുസ്ലിമായതിന്റെ പേരിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി പീഡിപ്പിക്കുകയാണ്. ഉത്ബത്തും ശൈബത്തും അതാ മരുഭൂമിയിൽ മലർത്തി കിടത്തിയിട്ട് തന്റെ നെഞ്ചത്ത് പാറയെടുത്ത് വെച്ച് ക്രൂരമായി ചാട്ടപാറ കൊണ്ടടിച്ചു കൊണ്ട് ഉപദ്രവിക്കുകയാണ്. ബിലാൽ പറയുന്നു, നബിയേ എന്നെ സഹായിക്കണേ നബിയേ, എന്നെ രക്ഷിക്കണേ നബിയേ. ഓരോ ദിവസവും പ്രവാചകനെ കാണുമ്പോൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം നട്ടുച്ച സമയത്ത് ളുഹർ നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ നടന്നു വരുമ്പോ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, ആ വെയിലത്ത് കിടന്ന് മരുഭൂമിയിൽ കിടന്നിട്ട് തന്റെ യജമാനനോട് വെള്ളത്തിന് കിടന്ന് യാചിക്കുകയാണ്. എനിക്കൽപ്പം വെള്ളം തരണേ എന്ന് പറഞ്ഞ് യാചിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോഴതാ ഉത്ബത്ത് കടന്നു പോവുകയാണ്. തന്റെ യജമാനൻ കടന്നു പോയിട്ട് ഒട്ടകത്തിന്റെ മൂത്രമെടുക്കുകയാണ്. ഒട്ടകത്തിന്റെ മൂത്രമെടുത്തുകൊണ്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ വെള്ളത്തിന് കിടന്ന് യാചിക്കുകയാണ്. ഒട്ടകത്തിന്റെ മൂത്രമെടുത്തുകൊണ്ട് വന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വായിലേക്ക് എടുത്തൊഴിച്ചു കൊടുക്കാൻ പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് കടന്നു പോവുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വായിലേക്ക് തന്റെ കൈവെക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ബിലാലേ ക്ഷമിക്കൂ ബിലാലേ, ക്ഷമിക്കൂ ബിലാലേ, നീ ഇതൊന്ന് കുടിക്കൂ ബിലാലേ. നാളെ ഹൗദുൽ കൗസറിലെ വെള്ളം എല്ലാവരുടെയും കയ്യിൽ ഞാൻ എടുത്തു കൊടുക്കുമ്പോൾ ബിലാലേ, ഇന്ന് നീ ക്ഷമിച്ചു കഴിഞ്ഞാൽ നിന്റെ വായിലേ
പാകത്തേക്ക് ഞാൻ വെള്ളമൊഴിച്ച് തരാ ബിലാലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങോട്ട് പറയുമ്പോൾ മഹാനായ സയ്യിദിനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പുഞ്ചിരിക്കുന്ന മുഖത്തോട് കുതിരയുടെ മൂത്രം അങ്ങോട്ട് കുടിച്ചോ എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, ക്ഷമിക്കാനുള്ള മനസ്സുണ്ടായാൽ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗത്തിൽ നിനക്ക് പങ്കെടുക്കാൻ കഴിയുമെന്ന്, നിനക്ക് ചേരാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം എന്തെങ്കിലും ഒരു വിപത്തുണ്ടാകുമ്പോൾ ക്ഷമിക്കുന്നവർ. രണ്ടാമത്തെ വിഭാഗം ഏതാ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനതാ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുന്ന രണ്ടാമത്തെ വിഭാഗം ഏതാണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സഹാബാ തതജാഫാ ജുനൂബുഹും അനിൽ മളാജി. എന്റെ പ്രിയമുള്ളവരെ, ഈ പള്ളം നിവാസികളുണ്ടല്ലോ, എല്ലാവരും പാതിരാത്രിയിൽ അവരുടെ വീടിനകത്ത് കിടന്ന് സുഖിച്ചുറങ്ങുകയാണ്. എല്ലാം മറന്നുകൊണ്ട് എല്ലാവരും പാതിരാത്രിയുടെ നിശബ്ദതയിൽ സുഖമായി കിടന്നുറങ്ങുമ്പോൾ പാതിരാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ടല്ലോ, അവൻ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നവർ. എന്റെ പ്രിയമുള്ളവരെ, എന്റെ മുന്നിലിരിക്കുന്ന എത്ര പേർക്ക് ആ തഹജ്ജുദ് നിസ്കാരമുള്ളത് നിത്യമായി നമുക്കുണ്ടാവും? റമളാൻ മാസമൊക്കെ എത്തുമ്പോൾ എല്ലാവരും തഹജ്ജുദ് നിസ്കരിക്കും, അത് കഴിയുമ്പോൾ കഴിഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പടച്ചവൻ ഒരു അവസരത്തിൽ പറഞ്ഞു അത്രേ, നബിയെ, എനിക്ക് ഭൂമിയിൽ ദുനിയാവിൽ കുറെ ആൾക്കാരുണ്ട്, ചില അടിമകളുണ്ട്, ചില അടിമകൾ എനിക്ക് ദുനിയാവിലുണ്ട്. അവർ എന്നെ ഇഷ്ടപ്പെടുന്നു, അവരെന്നെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു. എന്നെ അവരിഷ്ടപ്പെടുന്നു, അതിനേക്കാൾ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു. അവൻ എന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, അതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നു അവൻ എന്റെ മുന്നിലേക്കൊന്ന് വരാൻ. അവൻ എന്നെ ഓർക്കുന്നതിനേക്കാൾ എപ്പോഴും നബിയെ ഞാൻ അവനെ ഓർക്കുന്നു. അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിപ്പോകും നബിയെ. ഇങ്ങനെ ചില അടിമകളുണ്ട്. ഈ പള്ളത്തുള്ള എന്റെ പ്രിയപ്പെട്ട നിങ്ങളിൽ ചിലരെ അള്ളാഹു വല്ലാത്ത ഇഷ്ടമാ. നിങ്ങൾ അള്ളാഹനെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ പടച്ചവൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ പടച്ചവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ കണ്ണ് നിറയുന്നത് അള്ളാഹന് ഇഷ്ടമല്ല. നിങ്ങളുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ പടച്ചവന്റെ സിംഹാസനം പോലും കുലുങ്ങിപ്പോകും. അങ്ങനെ ചില അടിമകൾ, അവരാരാണെന്നറിയൂ? മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ പടച്ചവനോട് ചോദിച്ചു, നബിയെ, അല്ലാഹുവേ, ആരാ ഒന്ന് പറഞ്ഞു തരൂ, അവരാരാ ഒന്ന് പറഞ്ഞു തരുവോ? അല്ലാഹുവിന്റെ പ്രവാചകന് പടച്ചവൻ പറഞ്ഞു കൊടുത്തില്ല. ആ അവസരത്തിൽ അള്ളാന്റെ റസൂല് ചോദിച്ചു, അല്ലാഹുവേ, അവരുടെ അടയാളമെങ്കിലും ഒന്ന് പറഞ്ഞു തരും. നീ സ്നേഹിക്കുന്ന പള്ളത്ത് നീ സ്നേഹിക്കുന്ന ആ വിശിഷ്ട വ്യക്തികൾക്കുള്ള അടയാളമെങ്കിലും ഒന്ന് പറഞ്ഞതാ പടച്ചവനെ. ആ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോട് പടച്ചവൻ പറഞ്ഞു കൊടുക്കുന്നു, നബിയേ, അവർക്ക് 3 അടയാളമാണുള്ളത്. പടച്ചവൻ സ്നേഹിക്കുന്നവർക്ക് 3 അടയാളമാണ്. അതിലൊന്നാമത്തെ അടയാളം ഏതെന്നറിയുമോ? തതജാഫാ ജുനൂബുഹും അനിൽ മളാജി. നബിയേ, പള്ളം നിവാസികളെല്ലാം പാതിരാത്രിയുടെ നിശബ്ദതയില് തണുപ്പുള്ള രാത്രിയിലതാ പുതപ്പിന്റെ അടിയിൽ കിടന്ന് സുഖിച്ചുറങ്ങുമ്പോൾ നബിയേ, ഒന്നാൻ ആകാശത്തിൽ വന്നിട്ട് ഭൂമിയിലേക്ക് ഞാൻ നോക്കും നബിയേ, ഭൂമിയിലേക്ക് ഞാൻ നോക്കും നബിയേ. ആ അവസരത്തിൽ എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ് നബിയേ.
തഹജ്ജുദ് നിസ്കരിക്കുന്നവർ അവരെ അള്ളാഹു സ്നേഹിക്കുന്നതിന്റെ ഒന്നാമത്തെ അടയാളമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മജ്ലിസിൽ ഇരിക്കുന്ന നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ആരെങ്കിലും തഹജ്ജുദ് നിസ്കാരം നിത്യമായിട്ടുണ്ടെങ്കിൽ തീരുമാനിച്ചോ, അള്ളാഹ് നിന്നെ സ്നേഹിക്കുന്നു, അതിന്റെ അടയാളമാണ്. അള്ളാഹു നിലനിർത്താനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയൂ? തഹജ്ജുദ് നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തഹജ്ജുദ് നിസ്കാരം മുൻഗാമികളുടെ ചര്യയാണ്. മുൻഗാമികളുടെ ചര്യയാണ് തഹജ്ജുദ് നിസ്കാരം. മഹാന്മാരായ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ അടയാളമാണ് തഹജ്ജുദ് നിസ്കാരം. 1. 2, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുന്നു, സഹാബാ, നാളെ പടച്ചവന്റെ കോടതിയുണ്ടല്ലോ. സ്വർഗത്തിന്റെ ആരാമങ്ങൾക്ക് നടുവിലൂടെ സ്വർഗവാസികൾ മുഴുവനും ആസ്വദിച്ച് നടക്കുകയാണ്. പടച്ചവൻ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമുണ്ടല്ലോ, സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അത് അല്ലാഹുവിന്റെ ലിഖാഹ് കാണലാണ്, പടച്ചവൻ കാണലാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന, സഹാബത്തേ, തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, പാതിരാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ എന്നെ കാണാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ കടന്നു ചെല്ലുമ്പോൾ അല്ല തന്റെ മറയെടുത്ത് അങ്ങോട്ട് മാറ്റുകയാ. എല്ലാവരും അല്ലാഹുവിനെ കാണുകയാണ്, എല്ലാവരും പടച്ചവന്റെ ലിഖാഹ് കാണുകയാണ്. അവസരത്തിൽ അല്ലാഹ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട്, പടച്ചവൻ നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്ന്, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ജന്നാ. അല്ലാഹ് നാളെ സ്വർഗത്തിൽ വെച്ച് സലാം പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബത്തേ, പാതിരാത്രിയിൽ എഴുന്നേറ്റ് പടച്ചവനെ ഓർക്കുന്നവനുണ്ടല്ലോ, അവൻ നാളെ അവന് കിട്ടുന്ന 2ാമത്തെ പ്രതിഫലം, നാളെ സ്വർഗത്തിൽ വെച്ച് അല്ലാഹ് സലാം പറയുമ്പോ അല്ലാഹുവിനെ കണ്ടു മടക്കാൻ അവന് ഭാഗ്യമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ സ്വർഗത്തിൽ വെച്ച് അല്ലാഹ് സലാം പറയും, 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 അല്ലാഹ് സലാം പറയും. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അല്ലാഹുവിനെ കാണലാണ്. എല്ലാവരും സ്വർഗത്തിൽ ഒരുമിച്ച് നിൽക്കുമ്പോ ഫയറുഫഉൽ ഹിജാബ്, തന്റെ മറയെടുത്ത് അങ്ങോട്ട് മാറ്റും. ഫയൻദുറൂന ഇലാ വജ്ഹില്ല, എല്ലാവരും അല്ലാഹുവിനെ കാണും. ആ അവസരത്തിൽ അല്ലാഹ് പറയും, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ജന്ന. സലാം പറയുമ്പോൾ അല്ലാഹുവിനെ കണ്ടുകൊണ്ട് മടക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നീ തഹജ്ജുദ് നിത്യമായി നിസ്കരിച്ചാൽ മതി എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3ാമത് തഹജ്ജുദ് നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം, 3ാമത് തഹജ്ജുദ് നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിന്റെ ഹൃദയത്തിൽ ചെയ്തു പോയ പാപത്തിന്റെ കറകൾ മാറും, പാപത്തിന്റെ കറകൾ മാറും. എത്ര വലിയ കൊടുംപാപം ചെയ്തവനാണെങ്കിലും, എത്ര വലിയ അപരാധം ചെയ്തവനാണെങ്കിലും, എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ പാപവും അല്ലാഹു പുറത്തു തരും. നിങ്ങളുടെ പാപത്തിന്റെ കറ മാറുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയം കറുത്തുപോയത് കൊണ്ടാ, പാപങ്ങൾ അധികരിച്ചത് കൊണ്ടാണ് ഗൾഫിൽ നിന്ന് മടങ്ങി വന്ന ഭർത്താവിന് ഉറക്കഗുളി കലക്കി കൊടുത്തിട്ട് അയൽവാസിയുടെ വീട്ടിലേക്ക് പാതിരാത്രിയിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണിറങ്ങിപ്പോയത്. അതുകൊണ്ടാണ് കാമുകന്മാരുടെ കൂടെ ഒളിച്ചോടുന്നത്. 10 മാസം ഗർഭം ധരിച്ച് മരണവേദനയുടെ വേദനയും സഹിച്ച് പ്രസവിച്ച തന്റെ പൊന്നു മകളെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ എന്റെ മുസ്ലിം പെങ്ങന്മാര് തയ്യാറാകുന്ന അതുകൊണ്ടാ. പാവങ്ങൾ അധികരിച്ചു പോയത് കൊണ്ടാ, ഹൃദയം കറുത്തുപോയത് കൊണ്ടാ, മൃഗത്തിനെക്കാൾ അധപ്പതിച്ച ജീവിതം നയിക്കുന്നത് കൊണ്ടാ. എന്റെ പ്രിയമുള്ളവരെ, എത്ര വലിയ പാപം ചെയ്തവനും അല്ലാഹു പുറത്തു തരും. അല്ലാഹു എത്ര വലിയ കൊടും പാപം ചെയ്തവനും അല്ലാഹു പുറത്തു തരും. എന്റെ പ്രിയമുള്ളവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ പാപം ചെയ്ത വ്യക്തി ആരെന്നറിയും? ലോകത്തൊരു മനുഷ്യനും ചെയ്യാത്ത ഏറ്റവും വലിയ പാപം ചെയ്ത മനുഷ്യന് പോലും അല്ലാഹു പുറത്തു കൊടുത്തു. അത്ര വലിയ പാപമൊന്നും നമ്മൾ ആരും ചെയ്തിട്ടില്ലല്ലോ.
എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളാരും അത്രയും വലിയ കൊടുംപാപമൊന്നും സ്വപ്നത്തിൽ പോലും കേൾക്കാത്ത പാപം ചെയ്ത മനുഷ്യന് പോലും അള്ളാഹു പുറത്തു കൊടുത്തു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ വീട്ടിൽ കിടക്കുമ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. അള്ളാന്റെ റസൂലിന്റെ വീടിനകത്തേക്ക് ഓടി വന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, എന്തേ കരയണേ, എന്തേ നീ കരയണേ? അള്ളാന്റെ റസൂലിനോട് മഹാനായ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പത്ര നബിയെ, കഅബയുടെ കില്ല പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരയുന്ന നബിയെ, കഅബയുടെ കില്ല പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു. ആരെല്ലാം വന്ന് പിടിച്ചു മാറ്റിയിട്ടും ആ മനുഷ്യൻ മാറുന്നില്ല. ആ പാവപ്പെട്ടവന്റെ ദുആ കണ്ടപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകനോട് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂലദാ ഉമറിനോട് പറഞ്ഞു, ഉമറേ, ആ ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവാ ഉമറേ. ആ ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവരാറ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കഅബയുടെ കില്ല പിടിച്ചിട്ട് പൊട്ടിക്കരയുന്ന ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവരികയാണ്. ആ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, ആ മനുഷ്യനോട് ചോദിക്കുന്നു, എന്ത് പാപമാ നീ ചെയ്തത്? എന്തിനാ കഅബയുടെ കില്ല പിടിച്ചിട്ട് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിൽ ഒരു പാപം ഞാൻ ചെയ്തു നബിയെ, ആ തൗബയ്ക്ക് വേണ്ടിയാണ് നിന്ന് കരയുന്നതെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുകയാ, എന്ത് പാപമാ ചെയ്തത്? ആ മനുഷ്യൻ പറയുന്നു, നബിയേ, ഇന്ന് വരെ ഒരു മനുഷ്യരോടും ഞാൻ പറഞ്ഞിട്ടില്ല, പടച്ചവന്റെ മുന്നിലല്ലാതെ ഒരു മനുഷ്യരോടും ഇന്ന് വരെയാ പാപത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രവാചകരാ ചോദിക്കുന്നത്, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ? അതാ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ, എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മയ്യത്ത് കബറടക്കാൻ പള്ളിക്കാട്ടിലേക്ക് ഞാനും പോകും നബിയേ, കബർ കുടിക്കാൻ ഞാനും കൂടും നബിയേ, കബറടക്കാൻ ഞാനും കൂടും നബിയേ. കബറടക്കിയിട്ട് എല്ലാവരും മടങ്ങി പോകുമ്പോൾ ആ കബറടക്കിയ സ്ഥലം ഞാൻ നോക്കി വെക്കും നബിയേ. പാതിരാത്രി കടന്നു വരുമ്പോൾ, പാതിരാത്രി എത്തിക്കഴിയുമ്പോ, എല്ലാവരും കടന്നുറങ്ങി കഴിയുമ്പോ, യാ റസൂലല്ലാഹ്, ഈ എഴുന്നേറ്റ് പള്ളിക്കാട്ടിലേക്ക് പോകും നബിയേ. ആ പള്ളിക്കാട്ടിലേക്ക് കടന്നു പോയിട്ട് ആ കബർ ഞാനങ്ങ് മാന്തും നബിയേ. എന്നിട്ട് ആ മയ്യത്തിന്റെ ശരീരത്തിൽ പൊതിഞ്ഞിരിക്കുന്ന 3 കഷ്ണം കഫൻ തുണിയുണ്ടല്ലോ, അതാ ശരീരത്തിൽ നിന്ന് ഞാൻ അടിച്ചെടുക്കും നബിയെ. മോട്ടിച്ചു കൊണ്ടുപോയി പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റിട്ട് അതുകൊണ്ട് ജീവിക്കുകയാണ് നബിയേ. എന്നിട്ടാ മനുഷ്യൻ പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഒരു ദിവസമുണ്ടല്ലോ, ഒരു ദിവസമുണ്ടല്ലോ, 7 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ നാട്ടിലൊരു സുന്ദരിയായ പെണ്ണ്, ഏത് ചെറുപ്പക്കാരനും ആഗ്രഹിക്കുന്ന ഈ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരിയായ തൊലിവെളുപ്പുള്ള ഒരു സുന്ദരിയായ സാലിഹത്തായ പെണ്ണ് മരിച്ചു നബിയേ. ആ പെണ്ണിന്റെ മയ്യത്ത് കൊണ്ടുപോയി കബറടക്കി നബിയെ, കബർ നോക്കി വെച്ച് നബിയെ. പാതിരാത്രിയിൽ എല്ലാവരും അവരുടെ കൂരയ്ക്കകത്ത് കടന്നിറങ്ങുമ്പോൾ ആരും അറിയാതെ ആ കബറിന്റെ പുറത്തേക്ക് ഞാൻ നടന്നു നബിയേ. ആ കബറിന്റെ മുന്നിലേക്ക് നടന്നു പോവുകയാണ്. അതാ കബറങ്ങോട്ട് മണ്ണുകൾ വെട്ടി മാറ്റുകയാണ്. ആ കബറിനകത്ത് പലകകൾ മറകി മാറ്റുകയാണ്. എന്നിട്ട് യാ റസൂലല്ലാഹ്, ആ കബറിനകത്തേക്ക് ഞാൻ ഇറങ്ങി നബിയേ. ആ പെണ്ണിന്റെ കബറിനകത്തേക്ക് ഇറങ്ങിയിട്ട്, ആ യുവതിയുടെ കബറിനകത്തേക്ക് ഇറങ്ങിയിട്ട് ആ പെണ്ണിന്റെ ശരീരത്തിൽ കഫം പൊതിഞ്ഞിരിക്കുന്ന തുണി ഞാൻ എടുത്തു മാറ്റി നബിയേ.
അല്ലാഹുവിന്റെ പ്രവാചകരോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ആ പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് കഫൻ തുണി അഴിച്ചു മാറ്റി ഖബറിൽ നിന്ന് മുകളിലേക്ക് കേറുമ്പോ ആ പെണ്ണിന്റെ ശരീരത്തിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കി നബിയേ. സുന്ദരിയായ ചെറുപ്പക്കാരിയായ വെളുത്ത ശരീരമുള്ള പെണ്ണിന്റെ ശരീരം കണ്ടപ്പോൾ എനിക്ക് വികാരം തോന്നി നബിയേ. ആ പെണ്ണിനെ ഖബറിനകത്തിട്ട്, ആ മരിച്ച പെണ്ണിന്റെ മയ്യത്തിനെ ഖബറുമാന്തിയിട്ട് ഖബറിനകത്തിട്ട് ഞാൻ വ്യഭിചരിച്ചു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഈ പാപം അങ്ങോട്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാണ്. പ്രവാചകന് തളർന്നു പോവുകയാ, അല്ലാഹുവിന്റെ റസൂല് മിണ്ടാതിരിക്കുകയാണ്. പ്രവാചകൻ പറയുന്നു, എന്റെ മുന്നിൽ നിന്ന് മാറിപ്പോകണമെന്ന് പറഞ്ഞു വിടുമ്പോൾ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനുണ്ടല്ലോ മരുഭൂമിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. പ്രവാചകന്റെ വീടിനകത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാ. എന്നിട്ട് മുട്ടുകുത്തി മരുഭൂമിയിൽ ഇരുന്നിട്ട് തന്റെ തലയുടെ മുകളിലേക്ക് മണല് വാരി എറിഞ്ഞിട്ട് പടച്ചവരോട് പറയുകയാണ്, അല്ലാഹുവേ, ഈ ഒരു പാപം ചെയ്ത് നിന്നോടല്ലാതെ മറ്റാരോടും ഞാൻ പറഞ്ഞിട്ടില്ല അല്ലാ. ഈ 7 വർഷമായി കഅബയുടെ കില്ല പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാണ്. ഇന്ന് നിന്റെ പ്രവാചകം ചോദിച്ചപ്പോൾ, നിന്റെ പ്രവാചകരോട് പറഞ്ഞപ്പോ അവിടെ എന്നെ ആട്ടി ഓടിക്കുന്നു റബ്ബേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവന്റെ മുന്നിലേക്ക് കൈകൾ നീട്ടിയിട്ട് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ കടന്നു വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. നബിയേ, എന്റെ ദാസന്മാരോട് പറ നബിയേ, അവരെത്ര വലിയ അക്രമം ചെയ്താലും, അവരെത്ര വലിയ കൊടുംപാപം ചെയ്താലും അവരോടൊന്ന് ചോദിക്കാൻ പറ നബിയേ. അവര് തൗബ ചെയ്താൽ ഞാൻ സ്വീകരിക്കും നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിലെ പാപത്തിന്റെ കറകൾ മാറും. 4 തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന 4ാമത്തെ പ്രതിഫലം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവൻ പാപത്തിലേക്ക് കടന്നു പോകുമ്പോൾ, പാപം ചെയ്യാൻ അവൻ കടന്നു പോകുമ്പോൾ, പാപത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് അവൻ പെട്ടുപോകുമ്പോൾ, ശൈത്താന്റെ ചതിയിൽ അകപ്പെട്ടു പോകുമ്പോൾ അവനെ ആ പാപത്തിൽ നിന്ന് അവന്റെ നമസ്കാരം തടയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഹജ്ജുദ് നിസ്കരിച്ച എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, എത്ര വലിയ സുന്ദരിയായ പെണ്ണാണെങ്കിലും ആരുമറിയാതെ വീടിനകത്ത് കഥകടച്ചിട്ട് മടിയറയ്ക്കകത്ത് തന്റെ ശരീരത്തിലുള്ള സർവ്വ തുണികളും അടിച്ചിട്ടിട്ട് ആരും അറിയില്ലടാ എന്റെ മോഹമൊന്ന് സാധിച്ചതാടാ എന്ന് പറയുമ്പോ, ഇന്നി അഖാഫുല്ലാ, പിടി പെണ്ണെ, എനിക്ക് പടച്ചവനെ പേടിയാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യൻ നാളെ ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിത്യമായി മരിക്കുവോളം തഹജ്ജുദ് നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന 3ാമത്തെ ഭാഗ്യവാന്മാർ, ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന 3ാമത്തെ വിഭാഗം, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന 3ാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? അസ്മാഉ ബിൻത് യസീർ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഇജ്മഉല്ലാഹു യൗമൽ ഖിയാമ
നാളെ പടച്ചവന് മൂന്നാമതായി ഒരു വിഭാഗത്തെ വിളിക്കുകയാണ്. അതാ പടച്ചവൻ അടുത്തേക്ക് വിളിച്ചിട്ട് ഒറ്റ സഫായിട്ട് നിർത്തുകയാണ്. ആരെയാ വിളിച്ചു നിർത്തതെന്നറിയുമോ? അടുത്ത ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന മൂന്നാമത്തെ വിഭാഗം. അല്ലാഹു അവനൊരു പരീക്ഷണം കൊടുത്താൽ, അല്ലാഹു എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊടുത്താൽ, ആ ബുദ്ധിമുട്ടറിയുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ക്യാൻസർ ഒന്ന് തലകറങ്ങി വീണിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് രണ്ടാമത് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്തു. എന്നിട്ട് ഡോക്ടർ മുന്നിൽ വന്നിട്ട് പറയാ, നിനക്ക് ക്യാൻസർ ആണെന്ന് പറയുമ്പോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ നാളെ നീ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം അൽഹംദുലില്ലാ പറയാൻ മനസ്സിലാക്കും. എന്റെ പ്രിയപ്പെട്ടവരോട്, സഹോദരങ്ങളോടൊക്കെ എങ്ങനെയുണ്ട് സന്തോഷം, ജീവിതമൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയും അൽഹംദുലില്ലാ, റാഹത്താണ്, കച്ചവടമൊക്കെ ഉണ്ട്, നല്ലതാണ്. പക്ഷെ കച്ചവടമൊക്കെ ഇല്ലാതായി കഴിഞ്ഞു എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലോ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അപ്പ അൽഹംദുലില്ലാ പറയില്ല. വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ, നഷ്ടത്തിലാണില്ല, അള്ളാഹിനെ സ്തുതിക്കാൻ കഴിയില്ല. സന്തോഷം ഉണ്ടാകുമ്പോ എല്ലാരും പടച്ചവനെ സ്തുതിക്കും. ദുഃഖം ഉണ്ടാകുമ്പോ, എന്റെ പള്ളിയിൽ ഇപ്പൊ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ 5 നേരവും പള്ളിക്കകത്ത് വന്ന് നിസ്കരിച്ചു കൊണ്ടിരുന്നവൻ, അവനെ നമസ്കരിക്കാൻ കാണാതെ വന്നപ്പോ എന്റെ പള്ളിയിലെ ഉസ്താദ് അവനെ വിളിച്ചിട്ട് ഉപദേശിച്ചു, എടാ നീ 5 നേരം സുബഹിക്ക് വരെ പള്ളി വന്നുകൊണ്ടിരുന്നയാ, എന്തേ നിന്നെ ഇപ്പൊ കാണുന്നില്ല? ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താദെ 9 വർഷമായിട്ട് ഞാനൊരു പെണ്ണിനെ പ്രണയിക്കാം. ആ പെണ്ണിന്റെ വീട്ടുകാര് കല്യാണത്തിന് സമ്മതിക്കണമെന്ന് പറഞ്ഞോണ്ടാ ഞാൻ പള്ളിക്കകത്ത് കയറിയ. 9 വർഷം സ്നേഹിച്ചിട്ട് ഇപ്പൊ ആ പെണ്ണ് പറയാ എന്നെ വേണ്ടാന്ന് അവള് തന്നെ പറഞ്ഞു. ആ പെണ്ണ് തന്നെ പറഞ്ഞു എന്നെ വേണ്ടാന്ന്, ഇനി അതുകൊണ്ട് ഞാൻ നമസ്കരിക്കുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, ആ പയ്യനോട് ഉസ്താദ് ഉപദേശിച്ച ഉസ്താദ് പറഞ്ഞു അത്രേ, മോനെ നിന്റെ വാരിയലിൽ നിന്ന് പടച്ചവനൊരു പെണ്ണിനെ സൃഷ്ടിച്ചിട്ടുണ്ട്, സമയമാകുമ്പോ അത് നടക്കും. ഞാൻ വെള്ളിയാഴ്ച പള്ളിയിൽ പോയപ്പോ, കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ പോയപ്പോ ഈ പയ്യൻ എന്റെ മുന്നിൽ വന്നിട്ട്, ഉസ്താദെ ഒരു സംശയമുണ്ട്. ഞാൻ ചോദിച്ചു എന്താണ്? എന്റെ പ്രിയമുള്ളവരെ, സാധാരണ അള്ളാഹുവിന്റെ പ്രവാചകം ആദം നബി അലൈഹിസ്സലാമിന്റെ ഇടത് സൈഡിലെ വാരിയലിൽ നിന്നാണ് ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഇടത് സൈഡിലെ വാരിയലിൽ നിന്നാണ് എന്റെ ഭാര്യയെ സൃഷ്ടിച്ചതെന്ന് കിതാബിലെങ്ങും കാണാൻ കഴിയില്ല. അങ്ങനെ ഉസ്താദന്മാര് ഇന്ന് വരെ സാധാരണ എല്ലാരും പറയണം, ഈ ഇരിക്കണ ഉസ്താദന്മാര് നിങ്ങളെയൊക്കെ ഇടത് വാരിയലിൽ നിന്നാണ് നിങ്ങളുടെ ഭാര്യയെ സൃഷ്ടിച്ചതെന്ന് പറയാൻ കഴിയില്ല. കാരണം അങ്ങനെ ഹദീസിന്റെ കിതാബുകളിൽ നിന്നും ഞാൻ കണ്ടിട്ടുമില്ല, എന്റെ ഉസ്താദന്മാര് പറഞ്ഞു തരുന്ന കേട്ടിട്ടുമില്ല. ഇനി അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും സാധാരണ പറയാറുണ്ട് ആദം നബിയിലേക്ക് ഖിയാസാക്കിയാ പറയണം. ഇപ്പൊ ഉസ്താദ് ഉപദേശിച്ചുകൊണ്ട് ഈ പയ്യ എന്റെ അടുത്ത് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഉസ്താദെ ചില പെണ്ണുങ്ങള് കല്യാണമെല്ലാം കഴിഞ്ഞ് 2 വർഷം ഒരുത്തന്റെ കൂടെ ജീവിച്ച് 2 മക്കളെയും പെറ്റു കൊടുത്തിട്ട് മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോകുമല്ലോ, അപ്പൊ എങ്ങനെ 50-50 എല്ലാണോ എന്ന് അവ എന്നോട് ചോദിക്കും. ചില ആൾക്കാർ അങ്ങനെയാണല്ലോ. ഇപ്പൊ കാസർഗോഡ് ജില്ലയിലൊക്കെ നോക്കിയാൽ മതി, നമ്മുടെ നാട്ടിലൊക്കെ എന്തായാലും കാണാതിരിക്കത്തൊന്നുമില്ല. 2 പെറ്റിട്ട മക്കളെ ആയിട്ട് വേറൊരുത്തന്റെ കൂടെ ജീവിക്കും. ആ പാവപ്പെട്ടവൻ ഗൾഫിൽ പണം ഉണ്ടാക്കാൻ പോകുമ്പോഴത്തേക്ക് അടുത്തവന്റെ കൂടെ ഒളിച്ചോടി പോകും. അപ്പൊ എങ്ങനെ ഈ പെണ്ണിന് 2 ചിലർ 2 നിൽക്കത്തില്ല. ഇപ്പൊ എന്റെ വീടിനടുത്തൊരു പെൺകുട്ടി 3 പേരുടെ കൂടെ ജീവിച്ചിരിക്കണം. അപ്പൊ എല്ലാം ഒടിക്കാനും സമയം കാണും. അപ്പൊ അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, ചില കാര്യങ്ങൾ വരുമ്പോ നമ്മുടെ മക്കൾക്കൊക്കെ വല്ലാത്ത അറിവാണ്, ഭയങ്കര ഈമാനാണ്. നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും നല്ല അറിവുണ്ട്. ഇപ്പൊ തന്നെ ഇവിടെ ഇപ്പൊ കാസർഗോഡുകാരൻ ഒരു പയ്യൻ തുടങ്ങി വെച്ചത് ഇപ്പം തിരുവനന്തപുരം വരെ എത്തിയിരിക്കാം. കാസർഗോഡുള്ള ഒരു പാവപ്പെട്ടവൻ എണ്ണ അടിക്കാൻ പോയപ്പോ പെട്രോൾ ടാങ്കിന്റെ മുകളിൽ കൈയടിച്ച് അടിച്ചുകൊണ്ടൊരു പാട്ട് പാടി. ആ പാട്ടിപ്പൊ പാടി തിരുവനന്തപുരം വരെ എത്തിയിരിക്കുക. ഇപ്പൊ നെറ്റിലൊക്കെ കയറുകയാണെങ്കിൽ, വാട്സപ്പിലൊക്കെ ഇപ്പം മൂത്രമൊഴിക്കുമ്പോഴും ബാത്റൂമിൽ കുളിക്കുമ്പോഴും എന്റെ പ്രിയപ്പെട്ടവരൊക്കെ മാഹിയിലെ പെണ്ണിനെ കണ്ടിരിക്കണം, തലശ്ശേരിയിലെ പെണ്ണിനെ കണ്ട്, ഇതൊക്കെ പാടിക്കൊണ്ടാണ് നടക്കുന്നത്. ഞാനിന്ന് ഉഷാദ് ബാക്കവിയും കൂടെ പയ്യന്നൂർ എട്ടിക്കുളം എന്ന സ്ഥലത്ത് വാഴ്തു പറഞ്ഞു. 1ാമത്തെ ദിവസം ബാക്കവി, 19-ാം തീയതി ബാക്കവി, 20-ാം തീയതി ഞാൻ. 1ാമത്തെ ദിവസം പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് ബാക്കവി ഈ പെണ്ണിനെ നല്ല വിമർശിച്ചു. വാഴെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ 2 പേരും കൂടെ, ബാക്കവി പറഞ്ഞു ഇന്ന് ഞാനും നിൽക്കാൻ, നമുക്ക് ഒരുമിച്ച് പോകാം, നിന്റെ വാഴ ഞാൻ കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ബാക്കവി എന്റെ കൂടെ റൂമിൽ ഞങ്ങൾ 2 പേരും കിടന്നുറങ്ങും. കമലാസുരയ്യാല അനീഷ് എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ഫോണിലേക്ക് ഈ പാടിയതിൽ ഒരു ഏറ്റവും ഹൈറ്റൊക്കെ ഉള്ള ഒരു സാധനമുണ്ട്, നല്ല കരിക്കട്ട പോലെ ഇരിക്കണം നല്ലൊരു സാധനം. അവള് ഈമാൻ കൂടിയവളാ. അവള് ഫോൺ വിളിച്ചപ്പോ ഈ പാവപ്പെട്ടവൻ എന്റെ കയ്യിൽ തന്നു. ഞാനിങ്ങനെ ഫോണൊക്കെ എടുത്തു നോക്കി. ഇവൾ എന്നോട് ചോദിക്കുക, ഇസ്ലാമിൽ പാട്ട് പാടാൻ അവകാശമില്ലേ, സ്വാതന്ത്ര്യമില്ലേ? അള്ളാഹുവിന്റെ പ്രവാചകം മദീനയിലേക്ക് ചെന്നപ്പോ പാട്ട് പാടിയല്ലേ സ്വീകരിച്ചേ?
അവർക്ക് അറിവില്ലാഞ്ഞിട്ടല്ല. അള്ളാന്റെ പ്രവാചകൻ മദീനയിലേക്ക് ചെന്നപ്പം പാട്ട് പാടിയിട്ടല്ലേ സ്വീകരിച്ചേ. അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ പാട്ട് പാടിയ ഒരു സഹാബിക്ക് തന്റെ ഷാളെടുത്ത് പ്രവാചകൻ കൊടുത്തല്ലോ. പിന്നെ പാട്ട് പാടുന്നതിൽ എന്താ കുഴപ്പമെന്ന് അവള് ചോദിക്കുക. അവർക്ക് വിവരം ഇല്ലാഞ്ഞിട്ടല്ല. അവസാനം ഞാൻ പെണ്ണിനോട് ചോദിച്ചു, മോളെ, ഈ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്നിട്ട് വിളിക്കും, ചോറുണ്ണാൻ ആര് വേണമെങ്കിലും വരാൻ വേണ്ടി ഒരാൾ നിന്ന് വിളിക്കണ പോലെ നിന്നെ തുടരണമെങ്കിൽ നീ തലശ്ശേരിയിലേക്ക് വരാൻ വിളിച്ചല്ലോ, അതെന്താന്ന്? അപ്പൊ പെണ്ണ് പറയാ, അത് അങ്ങനെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല, അള്ളാഹു നീയത്തനുസരിച്ചല്ലേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ആ പെണ്ണ് പറയാ, എന്റെ മനസ്സിൽ എന്താണെന്ന് അള്ളാഹ്ന് മാത്രമേ അല്ലേ അറിയൂ, ഞാൻ അങ്ങനെ ഒന്നും കരുതിയില്ല, നിങ്ങൾ അങ്ങനെ കാണുന്നത് കൊണ്ടാ പ്രസംഗിച്ചുകൊണ്ട് നടക്കണേ. അവസാനം ഇത് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സഹിച്ചില്ല. കാരണം അത്രയ്ക്ക് നേരം ഞാൻ ഒരു ഉസ്താദ് എന്ന നിലയിൽ സംസാരിച്ചോണ്ടിരുന്നു. അത്ര ക്ഷമയൊന്നും എനിക്കില്ല. ഞാൻ ഇത് കൂടെ കേട്ടപ്പോഴത്തേക്ക് പിന്നെ നല്ല നാല് പറഞ്ഞു. ബാക്കവി ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് എന്താടാന്ന് ഫോൺ കയ്യിലോട്ട് കൊടുത്തു. പിന്നെ ബാക്കവി ബാക്കിയുള്ളത് പറഞ്ഞു. ഇവള് പറഞ്ഞു, ഞാൻ ഇച്ചിരി ബാങ്കിൽ, ഞാൻ ഡൽഹിയിലൊക്കെ പോയി പഠിച്ചത് കൊണ്ട് എനിക്ക് ഇച്ചിരി ധൈര്യമുണ്ട്. എന്റെ കൂടെ ഉള്ള 2 കൊച്ചുകുട്ടികളാ, അവരെങ്ങാണ് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും. പിന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ദേഷ്യവും ഇവള് പറഞ്ഞതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് പിന്നെ നൗഷാബ കവി പറഞ്ഞു, മോളെ, എന്റെ അവസാന ശ്വാസം വരെ നിനക്കെതിരെ ഞാൻ വാഴ്ന്നു പറയും, നിന്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നു. അവസാനം ആ പ്രിയപ്പെട്ട പെണ്ണ് ഫോണ് താഴെ വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് വിളിച്ചു. വാപ്പയും ഉമ്മയും എല്ലാരും പൊട്ടിക്കരഞ്ഞ്, ഉസ്താദെ പൊരുത്തപ്പെടണം, അറിയാതെ ചെയ്തതാന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. അള്ളാഹു ആ പൊന്നുമോക്ക് ഈമാൻ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആ സഹോദരിക്ക് ഈമാൻ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. പക്ഷെ നമ്മൾ ഇന്നും പാടിക്കൊണ്ട് നടക്കുക, അതൊക്കെയാണ് നമ്മുടെ സമയം. നമുക്കിന്ന് അതൊക്കെ പലതും മറന്നു പോകുന്നു എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ.